ഹലോ, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നമ്മൾ ദോശയും ഇഡലിയും ഒക്കെ ഉണ്ടാക്കി കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ചട്നി എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് കാണിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഒരു 3 തരം ചട്നിയും അതോടൊപ്പം തന്നെ നമ്മുടെ മസാല ദോശയുടെ മസാല എങ്ങനെ ഉണ്ടാക്കുക എന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ ഞാനിവിടെ സ്ഥിരമായിട്ട് ഉണ്ടാക്കാറുള്ള ചട്നികളാണ് കേട്ടോ. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചട്നികളാണ്. അപ്പോൾ എല്ലാവരും വീഡിയോസൊക്കെ അവസാനം വരെ കണ്ട് അതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ചെറിയുള്ളി എടുത്തിട്ടുണ്ട്. ചെറിയുള്ളിയുടെ നേർപകുതിയോളം വെളുത്തുള്ളിയാണ് എടുത്തിട്ടുള്ളത്. ചെറുള്ളി എത്ര എടുക്കണം അതിൻ്റെ നേർപകുതിയോളം വെളുത്തുള്ളി എടുക്കുക കേട്ടോ. പിന്നെ ഒരു കഷ്ണം പുളി എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ആവശ്യത്തിന് കറിവേപ്പില എടുത്തിട്ടുണ്ട്. ചെറുള്ളി ഇതാ ഇത്രയും ചെറുള്ളിയാണ് ഇപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ. ചെറുള്ളിയും വെളുത്തുള്ളിയും ഒക്കെ നമുക്ക് കുറച്ച് സമയമൊക്കെ ഫ്രീ ടൈമൊക്കെ കിട്ടുമ്പോൾ ഇങ്ങനെ ഇതുപോലെ നന്നാക്കി ക്ലീൻ ചെയ്തൊക്കെ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ദോശയ്ക്കും ഇഡലിക്കൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ചട്നിയാണ് കേട്ടോ. അപ്പോൾ തക്കാളി ഇല്ലാതെ ഉണ്ടാക്കുന്ന ഒരു ചട്നിയാണ് ഇപ്പോൾ നമ്മൾ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതെല്ലാം കൂടെ ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പും ആഡ് ചെയ്ത് കൊടുക്കണം. പിന്നെ 1 ടീസ്പൂൺ മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. മുളക് പൊടിയും ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം മിക്സിയുടെ ജാറിൽ നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കണം. അപ്പോൾ ഞാനിവിടെ 1 ടീസ്പൂൺ മുളക് പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. കാശ്മീരി ചില്ലിയാണ് കേട്ടോ. അതുകൊണ്ട് നല്ലൊരു കളറൊക്കെ നമുക്ക് കിട്ടും. ഇനി നമുക്കിതൊന്ന് മിക്സിയുടെ ജാറിൽ നല്ല ഫൈനായിട്ട് അരച്ചെടുത്ത് കഴിഞ്ഞാൽ ഇതാ ഇതുപോലെ ഇരിക്കും നമ്മുടെ ചമ്മന്തി കേട്ടോ. നല്ല ടേസ്റ്റാണ്. അടുത്ത ചട്നി നമ്മൾ ഉണ്ടാക്കാൻ പോണത് നാളികേരം വെച്ചിട്ടാണ്. അപ്പോൾ ഞാനിവിടെ ഒരു അരമുറി നാളികേരം ചെരുകിയത് ഒരു മിക്സിയുടെ ജാറിലിട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് 2 ചെറിയുള്ളി ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു കുഞ്ഞി കഷ്ണം ഇഞ്ചിയും ഒരു കുഞ്ഞി കഷ്ണം പുളിയും നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതുപോലെ തന്നെ ആവശ്യത്തിന് 1 തണ്ട് കറിവേപ്പിലയും ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടത് ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കണം. പിന്നെ പച്ചമുളകാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. പച്ചമുളക് നമ്മുടെ എരിവ് അനുസരിച്ചിട്ട് 1-2 പച്ചമുളക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു 2 പച്ചമുളക് നടുകീറി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നമ്മുടെ മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക. അരച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു നാളികേര ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു തിക്കിലാണ് ഇരിക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഇത് ചട്നിയുടെ രൂപത്തിലായിട്ട് എടുക്കാം. നമ്മൾ അരയ്ക്കുമ്പോൾ തന്നെ കുറേ വെള്ളം ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ അരയാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ടാണ് അരയ്ക്കണ സമയത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് അരച്ചതിന് ശേഷം പിന്നെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ലൂസാക്കി എടുക്കണം കേട്ടോ. ഇനി നമുക്കിതിലേക്ക് വറുത്തിടണം. അതിനായിട്ട് വെളിച്ചെണ്ണയിൽ കടുക് പൊട്ടിക്കുക, വറ്റൽമുളകും കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് നമുക്ക് ഇതിലേക്ക് വറുത്തിടാം കേട്ടോ. അപ്പോൾ ചിലർ വറുത്തിടണയിലേക്ക് ചട്നി ഒഴിച്ചു കൊടുക്കും. അപ്പോൾ ചട്നി ഇങ്ങനെ പതഞ്ഞ് പോകും കേട്ടോ. അപ്പോൾ ഞാനങ്ങനെ ചെയ്യാറില്ല. ചട്നിയിലേക്ക് ഇങ്ങോട്ട് വറുത്തിടാണ് ചെയ്യണത് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. നമ്മുടെ ആ ചെറിയൊരു ചൂടുണ്ടാവുമല്ലോ വെളിച്ചെണ്ണയ്ക്ക്, ആ വെളിച്ചെണ്ണയിൽ ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി കേട്ടോ. അടുത്തത് ഞാനിവിടെ ഉണ്ടാക്കി കാണിക്കുന്നത് ഒരു തക്കാളി ചട്നിയാണ്. അപ്പോൾ അതിനായിട്ട് ഒരു പാൻ എടുക്കുക. അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. പിന്നെ അതിലേക്ക് ഒരു 3 തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. 2 സബോള നീളത്തിൽ അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു കുഞ്ഞി കഷ്ണം ഇഞ്ചി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു പച്ചമുളക്, പിന്നെ 1 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് നമുക്ക് പൊടികളായിട്ട് 1 ടീസ്പൂൺ മുളക് പൊടിയും ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടിയും ആഡ് ചെയ്ത് കൊടുത്ത് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ ഇതെല്ലാം അരിഞ്ഞ് ഒരു പാനിൽ ഒരുമിച്ചിട്ടിട്ടാണ് വഴറ്റിയെടുത്തത് കേട്ടോ. അപ്പോൾ അതാണ് ഞാൻ സെപ്പറേറ്റ് ഇങ്ങനെ കാണിക്കാഞ്ഞത്. എല്ലാം ഒരുമിച്ചിട്ടിട്ട് ഒറ്റ വഴറ്റിയെടുക്കലാണ്. പിന്നെ ഇത് നന്നായി തണുത്തതിന് ശേഷം വേണം നമുക്ക് മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. വെള്ളം ചേർക്കാതെ നല്ല ഫൈനായിട്ട് അരച്ചെടുക്കണം കേട്ടോ. നമ്മൾ തക്കാളി ചട്നി ഉണ്ടാക്കിയതും അതുപോലെ ഫസ്റ്റ് കാണിച്ച ചെറിയുള്ളിയുടെ ചട്നിയിലും നമ്മൾ വെള്ളം ഒട്ടും ചേർക്കാതെ വേണം അരച്ചെടുക്കാനായിട്ട് കേട്ടോ. അപ്പോൾ ഇതും നമ്മളിതാ അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ അത് അരച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തിനാണ് ഇപ്പോൾ നമ്മൾ അരച്ചെടുത്തിട്ടുള്ളത്. ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ ഈ തക്കാളി ചട്നിയിലും അതുപോലെ തന്നെ ചെറുള്ളി വെച്ചിട്ടുണ്ടാക്കിയ ഫസ്റ്റ് കാണിച്ച ചട്നിയിലൊക്കെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ വറുത്തിടാം കേട്ടോ. വറുത്തിട്ട് കഴിഞ്ഞാൽ കുറച്ച് ഭംഗിയൊക്കെ കിട്ടും. അപ്പോൾ ഞാൻ ഈ ഒരു പാകത്തിനാണ് എടുക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് ഉരുളക്കിഴങ്ങ് മസാല റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ഉരുളക്കിഴങ്ങ് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അരിയാതെ തന്നെ കുക്കറിൽ വെള്ളം ഒഴിച്ചിട്ട് വേവിച്ചെടുത്തിട്ട് തൊലി കളഞ്ഞിട്ട് പീസാക്കി ഇട്ടാലും മതി കേട്ടോ. അപ്പോൾ ഞാനിവിടെ തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം ഇതുപോലെ ചെറിയ പീസാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും പിന്നെ പാകത്തിന് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് വേവിച്ചെടുക്കാനാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ നമുക്കിത് കുക്കറിൽ വേവിച്ചെടുക്കാം. ആ ഒരു സമയം കൊണ്ട് നമുക്ക് കുറച്ച് സംഭവങ്ങളൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കണം. 2 മീഡിയം വലുപ്പത്തിലുള്ള സബോള നീളത്തിൽ അരിഞ്ഞത് എടുത്തിട്ടുണ്ട്. 1 കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. 1 പച്ചമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് 2 തണ്ട് കറിവേപ്പിലയും കൂടി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് നല്ല പോലെ വഴറ്റിയെടുക്കാം. അതിനായിട്ട് ഒരു പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. കടുക് ഇട്ട് കൊടുക്കുക. കടുകൊന്ന് പൊട്ടി തുടങ്ങുമ്പോൾ അതിലേക്ക് ഉഴുന്ന് പരിപ്പ് നമ്മുടെ ദോശയിൽ അരയ്ക്കണ ഉഴുന്ന് പരിപ്പ് ഉണ്ടല്ലോ, ആ ഉഴുന്ന് പരിപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് പൊട്ടിക്കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള 2 മീഡിയം വലുപ്പത്തിലുള്ള സബോള ഇട്ട് കൊടുക്കുക. സബോള ഒന്ന് വാടി വരുമ്പോൾ അത് വാടാനായിട്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ.
ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് വാടി കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച് കൊടുത്തിട്ടുള്ള ഇഞ്ചിയും അതുപോലെ തന്നെ പച്ചമുളക് 1-2 ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നല്ല എരിവുള്ള പച്ചമുളക് ആയതുകൊണ്ട് ഞാൻ ഒരെണ്ണം എടുത്തിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ 2 പച്ചമുളകൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. പിന്നെ നമുക്കിതിലേക്ക് ആവശ്യത്തിന് കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. വഴറ്റിയെടുക്കുക എന്ന് പറഞ്ഞാൽ നല്ല പോലെ അങ്ങനെ വഴന്ന് വരണ്ട, ഇതുപോലെ ഒന്ന് വാടി വന്നാൽ മതി. അതിൽ ആ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറി വന്നാൽ മതി കേട്ടോ. ഇനി നമുക്കൊരു പിഞ്ച് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. അധികം വേണ്ട, ഒരു മഞ്ഞ പച്ച കളറിലിരിക്കുന്ന ഒരു കറിയാണ് കേട്ടോ. അപ്പോൾ ഒരു ചെറുതായിട്ടൊരു മഞ്ഞൾപ്പൊടി നമുക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കതിലേക്ക്, അപ്പോൾ ഈ ഒരു സമയം കൊണ്ട് നമ്മുടെ കുക്കറിൽ നമ്മൾ വേവിക്കാൻ വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങൊക്കെ നല്ല പോലെ വെന്ത് വന്നിട്ടുണ്ടാവും. അപ്പോൾ ഇതാ മസാല നമ്മുടെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതാ ഈ ഒരു പാകത്തിനാണ് ഇവിടെ ആക്കി വെക്കേണ്ടത് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങ് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. നമ്മുടെ ഉരുളക്കിഴങ്ങൊക്കെ നല്ല പാകത്തിനായിട്ട് ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ആ മസാലയിൽ ചേർത്തിട്ട് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഉടച്ചെടുത്താൽ മതി സ്പൂൺ വെച്ചിട്ട് കേട്ടോ. അപ്പോൾ നല്ല എല്ലാം കൂടെ ഒന്ന് മിക്സായി വരും. അപ്പോൾ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഉരുളക്കിഴങ്ങ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ആ കയ്യിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ആ മസാലയും ഉരുളക്കിഴങ്ങും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ആവട്ടെ. അപ്പോൾ അതിനായിട്ട് നമുക്ക് അല്പം ചൂടുവെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ചൂടുവെള്ളം ഒഴിക്കുമ്പോൾ അത് മസാലയൊക്കെ കറക്റ്റായിട്ട് ആ ഉരുളക്കിഴങ്ങിലൊക്കെ പിടിച്ച് ഒന്ന് സെറ്റ് ആവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതേ നോക്കി ഇവിടെ മസാലയൊക്കെ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. എല്ലാം കൂടെ നല്ല മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഉപ്പൊക്കെ ഒന്ന് നോക്കാം. പാകത്തിന് ഉപ്പൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ദോശയുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. മസാല ദോശയുടെ മസാല റെഡി ആയിട്ടുണ്ട്. കൂടെ 3 ചട്നിയും നമ്മളിവിടെ ഉണ്ടാക്കി കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതോടൊപ്പം തന്നെ ഞാൻ സാമ്പാറും ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സാമ്പാറിൻ്റെ വീഡിയോ നമ്മൾ മുന്നേ ചെയ്തിട്ടുണ്ട്. ഒറ്റ വീഡിയോ ആയിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ, തനി നാടൻ സാമ്പാർ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അത് പോയി കാണുക. അപ്പോൾ അതുപോലെ തന്നെ ദോശയുടെയും ഇഡലിയുടെ ഒക്കെ വീഡിയോ നമ്മൾ മുന്നേ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഒറ്റ മാവിൽ തന്നെ ദോശയും നല്ല മൊരിഞ്ഞ ദോശയും അതുപോലെ തന്നെ നല്ല പഞ്ഞി പോലത്തെ ഇഡലിയും എങ്ങനെ ഉണ്ടാക്കാമെന്നുള്ളതിൻ്റെ ആ ഒരു മാവ് എങ്ങനെയൊക്കെ നമ്മൾ ആക്കി വെക്കാം, എങ്ങനെ ഉണ്ടാക്കാമെന്നുള്ളതിൻ്റെ ഒരു വീഡിയോ നമ്മൾ മുന്നേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് പോയി കാണുക. എന്നിട്ട് അതുപോലെ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. നമ്മൾ ഇന്ന് ഉണ്ടാക്കിയിട്ടുള്ളത് അതിലേക്ക് വേണ്ട ചട്നികളും എല്ലാം ആണ്. അപ്പോൾ അതൊക്കെ ഇതുപോലെ ഉണ്ടാക്കി ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു അടിപൊളി വീഡിയോസായിട്ട് വരുന്നവരേക്കും ബൈ ബൈ.